അമേരിക്കയുമായുള്ള ചർച്ചയും കരാറും ഇറാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ. എന്നാൽ അമേരിക്കയുടെ ഉപരോധവും ഭീഷണികളുമാണ് അതിന് പ്രധാന തടസ്സം. അമേരിക്കയുടെ അവകാശവാദങ്ങളും പ്രവർത്തികളും തമ്മിലുള്ള വൈരുദ്ധ്യം ലോകം കാണുന്നുണ്ടെന്നും പെസെഷ്കിയാൻ പറഞ്ഞു. അമേരിക്ക വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് സാധ്യമല്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗൽ കാലിബാഫും വ്യക്തമാക്കി. ഇറാൻ തുറമുഖങ്ങൾക്ക് എതിരെയുള്ള അമേരിക്കൻ ഉപരോധം വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ ഉൾപ്പെടുന്നു. അമേരിക്കൻ ഉപരോധം ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കിയെന്നും മുഹമ്മദ് ബാഗർ പറഞ്ഞു. ഇന്നലെ അവസാനിക്കാനിരുന്ന US ഇറാൻ വെടിനിർത്തൽ ട്രംപ് നീട്ടിയിരുന്നു. അതേസമയം പാകിസ്ഥാനിലെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചിട്ടും അമേരിക്ക വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമാണെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഇറാനെതിരായ US നാവിക ഉപരോധത്തിൽ ട്രംപ് തൃപ്തനാണെന്നും ഇറാൻ വളരെ ദുർബലമായ അവസ്ഥയിലാണെന്നും US ഭരണകൂടം വ്യക്തമാക്കി. പാകിസ്ഥാനിൽ തുടങ്ങാനിരിക്കുന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചയും അനിശ്ചിതത്വത്തിലാണ്. അമേരിക്കയുമായുള്ള ചർച്ചയും കരാറും ഇറാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസെഷ്കിയാൻ അറിയിച്ചു. എന്നാൽ അമേരിക്കയുടെ ഉപരോധവും ഭീഷണികളുമാണ് അതിന് പ്രധാന തടസ്സം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അമേരിക്ക വെടിനിർത്തൽ കരാറ് തുടർച്ചയായി ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് സാധ്യമല്ലെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഗർ കാലിബാഫും വ്യക്തമാക്കി. ഇറാൻ തുറമുഖങ്ങൾക്ക് എതിരെയുള്ള അമേരിക്കൻ ഉപരോധം വെടിനിർത്തൽ കരാറ് ലംഘനത്തിൽ ഉൾപ്പെടുന്നതാണ്. അമേരിക്കൻ ഉപരോധം ലോക സമ്പദ് വ്യവസ്ഥയെ ബന്ദിയാക്കിയെന്നും മുഹമ്മദ് ബാഗർ പറഞ്ഞു. ഇന്നലെ അവസാനിക്കാനിരുന്ന US ഇറാൻ വെടിനിർത്തൽ ട്രംപ് അനിശ്ചിതകാലത്തേക്ക് നീട്ടുകയുണ്ടായി. പാകിസ്ഥാനിലെ ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് ഇറാൻ നിലപാട് സ്വീകരിച്ചിട്ടും അമേരിക്ക വെടിനിർത്തൽ നീട്ടിയത് തങ്ങളുടെ വിജയമാണ് എന്നതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഇറാനെതിരായ US നാവിക ഉപരോധത്തിൽ ട്രംപ് തൃപ്തനാണെന്നും ഇറാൻ വളരെ ദുർബലമായ അവസ്ഥയിലാണെന്നും US ഭരണകൂടവും വ്യക്തമാക്കുകയുണ്ടായി. എന്നാലും പാകിസ്ഥാനിൽ തുടങ്ങാനിരിക്കുന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചയും അനിശ്ചിതത്വത്തിലാണ്.